ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം ആൻഡ് വർക്കിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 പാർട്ടിലായിട്ട് ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിലുപയോഗിച്ചിരിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യും. ഇവർ ഒരുമിച്ചൊരു ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ ഇവിടെ ആകെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ചേർന്നാൽ ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ്. ഓക്കെ, എ ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ബി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എയും ബിയും കൂടെ ചേർന്നാൽ 18 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി വേറൊരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയുണ്ടെന്നുള്ളത് നോക്കാം. ടോട്ടൽ വർക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അതിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യും. എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യും. അതായത് ബി ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ എ 2 ജോലി ചെയ്യും. ഈ ഡീറ്റെയിൽസാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ ഒരു ദിവസം 2 ജോലി ചെയ്താൽ ബി ഒരു ദിവസം 1 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും ചേർന്ന് ഒരു ദിവസം 3 ജോലി ചെയ്യും. എയും ബിയും ചേർന്ന് 3 ജോലി ചെയ്യും. എ ഒരു ദിവസം 2 ജോലി ചെയ്യും. ബി ഒരു ദിവസം 1 ജോലി ചെയ്താൽ എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം 3 ജോലി ചെയ്യും. ഇവിടെ നോക്കിയാൽ അറിയാം, എയും ബിയും കൂടെ ചേർന്ന് 18 ദിവസം കൊണ്ടാണ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തത്. ഒരു ദിവസം 3 ജോലി വെച്ച് ചെയ്തു, 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ അവിടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 18 × 3, അതായത് 54 വർക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ടോട്ടൽ 18 ദിവസം കൊണ്ടാണ് അവർ ആ ജോലി തീർത്തത്. ഒരു ദിവസം എയും ബിയും കൂടെ ചേർന്ന് 3 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 3 ജോലി വെച്ച് 18 ദിവസം അവർ ജോലി ചെയ്തപ്പോൾ ടോട്ടൽ അവിടെ 54 വർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം എത്ര ദിവസം കൊണ്ട് ഒരു ജോലി ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ട് 54 / 2, അതായത് 27. എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് 54 / 2, അതായത് 27. ബിയുടെ കാര്യം ഇവിടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ബി ചോദിക്കുകയാണെങ്കിലും ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ 54 / 1, അതായത് 54 തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. 27 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയും ബിയും കൂടെ ചേർന്നൊരു ജോലി 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ്. പിന്നെ തന്നിരിക്കുന്നത് ബി ചെയ്യുന്നതിൻ്റെ ഇരട്ടി ജോലി എ ചെയ്യും. അതായത് ബി ഒരു ജോലി ചെയ്താൽ എ 2 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്നൊരു ദിവസം 3 ജോലി ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. 18 × 3 54 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുമെന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് 54 / 2, അതായത് 27. എങ്ങനെയാണ് 27 വന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ 54 വർക്കുണ്ട്. ഒരു ദിവസം 2 ജോലി വെച്ചാണ് എ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 27 ദിവസം കൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 27. ഈ സെയിം മോഡൽ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എ ബിയുടെ 3 മടങ്ങ് ജോലി ചെയ്യും. ഇവർ ഒരുമിച്ചൊരു ജോലി 9 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് എ ബിയുടെ 2 മടങ്ങ് ജോലി എന്നായിരുന്നു അല്ലേ, ഇരട്ടി ജോലി ചെയ്യുമെന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ 3 മടങ്ങ് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർ ഒരുമിച്ച് 9 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വരച്ച പോലെ തന്നെ വരച്ച് നോക്കാം. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്ന് നമുക്കറിയില്ല. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എയും ബിയും കൂടെ ചേർന്നാൽ 9 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ്. ഇനി നമ്മുടെ കയ്യിൽ ടോട്ടൽ വർക്ക് എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വേറൊരു കാര്യം തന്നിരിക്കുന്നത് എന്താണ്? എ ബിയുടെ 3 മടങ്ങ് ജോലി ചെയ്യും. എ ബിയുടെ 3 മടങ്ങ് ജോലി ചെയ്യും. അതായത് ബി ഒരു ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ബി ഒരു ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 + 1, അതായത് 4 ജോലി ചെയ്യും. എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം 4 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ഒരു ദിവസം 4 ജോലി വെച്ച് 9 ദിവസം കൊണ്ടാണ് എയും ബിയും കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതിനർത്ഥം ടോട്ടൽ വർക്ക് 9 × 4 36. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എളുപ്പം തന്നെ എ ഒരു ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് എ ആ ജോലി തീർക്കും എന്നുള്ളത് കണ്ടുപിടിക്കാം. അതായത് 36 / 3 12. 36 / 3 12 ഡേയ്സ് കൊണ്ടാണ് എ ഒറ്റയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. ബി ഒറ്റയ്ക്കാണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 / 1, അതായത് 36. ഓക്കെ, 36 / 1 ചെയ്ത് കഴിഞ്ഞാൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 36 / 3, അതായത് 12. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബിയുടെ 2/3 ജോലി ചെയ്യും. ഇവർ ഒരുമിച്ച് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇതും. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യുമെന്നായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും എ ബിയുടെ 3 മടങ്ങ് ജോലി ചെയ്യും എന്നായി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എ ബിയുടെ 2/3 ജോലി ചെയ്യും എന്നായി. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ വരച്ച് നോക്കാം. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നും അറിയില്ല. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എയും ബിയും കൂടെ ചേർന്നാൽ 10 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ വർക്ക് എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി അവർ തന്നിരിക്കുന്നത് എ ബിയുടെ 2/3 ജോലി ചെയ്യുമെന്നാണ്. എ ബിയുടെ 2/3 ജോലി ചെയ്യും. എ ബിയുടെ 2/3 ജോലി ചെയ്യും. അതായത് ബി 3 വർക്ക് ചെയ്യുകയാണെങ്കിൽ എ 2 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. എ ബിയുടെ 2/3 ജോലി ചെയ്യുമെന്ന് പറയുന്നതിനർത്ഥം എ ഒരു ദിവസം 3 വർക്ക് ചെയ്യുകയാണെങ്കിൽ ബി ഒരു ദിവസം 2 വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം എ ഒരു ദിവസം 2 വർക്ക്, ബി ഒരു ദിവസം 3 വർക്ക്. ഓക്കെ, എ ബിയുടെ 2/3 ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബി ഒരു ദിവസം 3 വർക്കാണ് ചെയ്യുന്നതെങ്കിൽ എ ഒരു ദിവസം 2 വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ നമ്പേഴ്സും കൊടുത്തു. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം എത്രയാണ്? 2 + 3 5. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ ഒരു ദിവസം 2 ജോലി ചെയ്യും, ബി ഒരു ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം 5 ജോലി ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 10 × 5 50. അങ്ങനെ ഒരു ദിവസം 5 ജോലി വെച്ച് 10 ദിവസം കൊണ്ടാണ് അവർ ആ ജോലി തീർത്തത്. അപ്പോൾ 10 × 5 50 വർക്കാണ് അവിടെ ടോട്ടൽ ഉള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ്. അത് കണ്ടുപിടിക്കാൻ എന്താണ്? 50 / 2, അതായത് 25. 25 ഡേയ്സ് കൊണ്ടാണ് എ ഒറ്റയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ 50 / 3. 50 / 3 അതിവിടെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ 50 / 3. 50 / 3 എന്ന് പറയുമ്പോൾ 16 and 2/3 ഡേയ്സും നമുക്ക് കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 and 2/3 നമുക്ക് കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 25 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബിയുടെ 3/5 ജോലി ചെയ്യും. ഇവർ ഒരുമിച്ച് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇപ്പോൾ കഴിഞ്ഞ സെയിം ക്വസ്റ്റ്യൻ, സെയിം മോഡൽ തന്നെയാണ്. നമുക്കത് വരച്ച് നോക്കാം. എ ബി, പിന്നെ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട്. എയും ബിയും കൂടെ ചേർന്നൊരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് അറിയില്ല.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബിയുടെ 3/5 ജോലി ചെയ്യുമെന്നാണ് അല്ലേ. എ ബിയുടെ 3/5 ജോലി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? എ 3 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ബി 5 ജോലി ചെയ്യും. എ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ബി ഒരു ദിവസം 5 ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എ ഒരു ദിവസം 3 ജോലി, ബി ഒരു ദിവസം 5 ജോലി. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്രയാണ്? 3 + 5, അതായത് 8 ജോലിയാണ് ചെയ്യുന്നത്. ഓക്കെ, എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം 8 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 8 ജോലി വെച്ച് എത്ര ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ട്. ഒരു ദിവസം 8 ജോലി വെച്ച് 10 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര വർക്കാണ് അവിടെ ഉള്ളത്? 80 വർക്ക്. അതായത് 10 × 8, 80 വർക്കാണ് അവിടെ ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ്. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് കാണേണ്ടത്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 80 / 5. 80 / 5 എത്രയാണ്? 16. 80 / 5 ചെയ്യുമ്പോൾ നമുക്ക് ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ എ ആണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 80 / 3. 80 / 3 എത്രയാണ്? 80 / 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26 and 2/3 എന്ന് ആൻസർ കിട്ടും. 26 and 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 16 days എന്നാണ്. കാരണം ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 16 ആണ്. എ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ 80 / 3, അതായത് 26 and 2/3 days എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബിയേക്കാൾ 60% കൂടുതൽ ജോലി ചെയ്യുന്നു. ഇവർ ഒരുമിച്ചൊരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ ആദ്യം എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു, പിന്നെ എ ബിയുടെ 3 മടങ്ങ് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ എ ബിയുടെ 2/3 ജോലി ചെയ്യുന്നു, 3/5 ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇപ്പോൾ വന്നിട്ട് ശതമാനത്തിലുള്ള കണക്കാണ് പറയുന്നത് അല്ലേ. എ ബിയേക്കാൾ 60% കൂടുതൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ച് 10 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ വെച്ച് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എ എത്ര ദിവസം കൊണ്ടാണെന്ന് അറിയില്ല, ബിയുടെ നമുക്കറിയില്ല. എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എ ബിയേക്കാൾ 60% കൂടുതൽ ജോലി ചെയ്യുമെന്നാണ്. എയും ബിയും ഉണ്ടെങ്കിൽ എ ബിയേക്കാളും 60% ജോലി കൂടുതൽ ചെയ്യും. അതായത് ബി 100 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ എ 160 ജോലി ഒരു ദിവസം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിൽ കണക്ക് വന്നാൽ നമ്മൾ 100ൻ്റെ ബേസിൽ അത് എടുക്കണം. അതായത് ബി 100 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ എ 60% കൂടുതൽ, അതായത് 160 ജോലിയാണ് എ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ഷോർട്ടാക്കി എടുക്കാം. 0 0 ക്യാൻസൽ ആവും. അപ്പോൾ 16 എന്നും 10 എന്നും കിട്ടും. ഇനി 16 2 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 8 5. അപ്പം 8:5 എന്നുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് കിട്ടി. അതിനർത്ഥം എന്താണ്? എ ഒരു ദിവസം 8 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത്? എ ബിയേക്കാൾ 60% കൂടുതൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി 100 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എ 160. അപ്പോൾ 160:100 എന്നുള്ള റേഷ്യോയിലാണ് അവർ ചെയ്യുന്ന ജോലി നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ 0 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്തപ്പോൾ 8:5 എന്നുള്ള റേഷ്യോ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എ ഒരു ദിവസം 8 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും കൂടെ അപ്പോൾ ഒരു ദിവസം കൊണ്ട് എത്ര ജോലിയാണ് ചെയ്യുന്നത്? 8 + 5, അതായത് 13. എ ഒരു ദിവസം 8 ജോലിയും ബി ഒരു ദിവസം 5 ജോലിയുമാണ് ചെയ്യുന്നത്. അതിനർത്ഥം എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം 13 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 13 ജോലി വെച്ച് 10 ദിവസം അവർ ജോലി ചെയ്തു. അതിനർത്ഥം 10 × 13 130 വർക്കാണ് ടോട്ടൽ അവിടെ ഉള്ളത്.
10 × 30 130 വർക്ക് അവിടെ ഉണ്ട്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? 130 / 5. 130നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 130/5 ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് ആൻസർ കിട്ടും. 130 / 5. 130നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് ആൻസർ കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ. ഇനി എയുടെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ, എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 130 / 8. 130നെ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 130 / 8 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16 and 1/4 എന്ന് ആൻസർ കിട്ടും. 16 and 1/4 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 16 and 1/4 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 26 ഡേയ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഈ സെയിം മോഡൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നോക്കാം. ബി എയേക്കാൾ 20% കുറവ് ജോലിയാണ് ചെയ്യുന്നത്. ഇവർ ഒരുമിച്ചൊരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മോഡൽ തന്നെയാണ്, പക്ഷേ അവിടെ ഇത്ര ശതമാനം കൂടുതലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ 20% കുറവ് ജോലിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. എ ബി, എയുടെ നമുക്ക് കണ്ടുപിടിക്കാം, ബിയുടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്? 10 ദിവസം കൊണ്ട്. എയും ബിയും കൂടെ ചേർന്നാൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിന് വർക്ക് അറിയണം അല്ലേ? ടോട്ടൽ വർക്ക് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. വർക്ക് അറിയാനായിട്ട് ഇവിടെ എന്താണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്? ബി എയേക്കാൾ 20% കുറവ് ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ബി എയേക്കാൾ 20% കുറവ് ജോലിയാണ് ചെയ്തിരിക്കുന്നത്. ബി കുറവും എ കൂടുതലുമാണ്. ബി എയേക്കാളും 20% കുറവാണ്. എയേക്കാളും 20% കുറവ്. അതായത് എ 100 ജോലി ചെയ്യുന്നെങ്കിൽ ബി 20% കുറവ് ജോലി, അതായത് 80 ജോലിയായിരിക്കും ചെയ്യുക. ബി എയേക്കാൾ 20% കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി 100 ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എ 100 ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ബി 80 ജോലിയായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്കിത് സിംപ്ലസ്റ്റ് ഫോമിലാക്കി എടുക്കാം. അപ്പോൾ ഈ 0 കട്ട് ചെയ്താൽ 10ഉം 8ഉം. അപ്പോൾ 10:8 എന്നുള്ളത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5:4 എന്ന് നമുക്ക് കിട്ടും. അതിനർത്ഥം എന്താണ്? എ ഒരു ദിവസം 5 ജോലി ചെയ്യുകയാണെങ്കിൽ ബി ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. 5:4 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് കിട്ടിയപ്പോൾ എ ഒരു ദിവസം 5 ജോലി ചെയ്താൽ ബി ഒരു ദിവസം 4 ജോലിയേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലിയായിരിക്കും ചെയ്യുക? 5 + 4 9. എ ഒറ്റയ്ക്ക് ഒരു ദിവസം 5 ജോലി, ബി ഒറ്റയ്ക്ക് ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം 9 ജോലിയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് 10 × 9 90 വർക്കാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നറിയാൻ 90 / 5. 90നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. അപ്പോൾ 18 ഡേയ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. 18 ഡേയ്സ് കൊണ്ടാണ് എ ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കുന്നത്. ഇനി ബി ചോദിക്കുകയാണെങ്കിൽ, ബി ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ 90 / 4. 90നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 22 and 1/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 90നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22 and 1/2 ഡേയ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതിവിടെ ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇത്രയും കണ്ടുപിടിച്ചാൽ മതിയാവും. ബി ആണ് ചോദിച്ചിരുന്നെങ്കിൽ ബിയുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂ.